ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ മലയാളികൾക്ക് അഭിമാനകരമായിട്ട് മമ്മൂട്ടി മാറുകയാണ്. മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കി ഇത്തവണ മമ്മൂട്ടി 4ാം തവണയാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കുന്നത്. പ്രമേയത്തിലെ അഭിനയത്തിലൂടെയാണ് താരം ഈ ഒരു നേട്ടം കൈവരിച്ചത്. അതോടൊപ്പം തന്നെ ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമായിട്ട് ഈ ഒരു അവാർഡ് പങ്കിടുകയായിരുന്നു മമ്മൂട്ടി. ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് കാർത്തിക് ആര്യന് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത്. മികച്ച നടിയായിട്ട് യാമി ഗൗതം ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗായികയായിട്ട് ഇത്തവണ വൈക്കം വിജയലക്ഷ്മി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തിലെ അങ്ങുവാണ കോണില എന്ന് പറയുന്ന ഗാനമാണ് വൈക്കം വിജയലക്ഷ്മിയെ വീണ്ടും മികച്ച ഗായികയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരവും പ്രമേയത്തിലൂടെ ഷഹനാദ് ജലാൽ നേടി. മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ധനുഷിന് ലഭിച്ചു. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിലാണ് താരത്തിന് മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ലഭിച്ചത്. മികച്ച മലയാള സിനിമയായിട്ട് ഫെമിനിച്ചി ഫാത്തിമ തെരഞ്ഞെടുക്കപ്പെട്ടു. അമരൻ എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയ രാജ്കുമാർ പെരിയസ്വാമിയാണ് ഈ ഒരു വർഷത്തെ മികച്ച ഡയറക്ടർ. മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരവും അമരൻ തന്നെ സ്വന്തമാക്കി. എന്തൊക്കെയാണ് ഇത്തവണ മലയാളികൾക്ക് അഭിമാനകരമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ മാറിയെങ്കിലും മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മഞ്ഞുമൽ ബോയ്സ്, അതോടൊപ്പം തന്നെ കിഷ്കിന്ധ തുടങ്ങിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ ഒരു അവാർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കാത്തത് മലയാളികൾക്ക് നേരിയ തോതിൽ നിരാശരാക്കി. മലയാളികൾക്ക് പ്രിയങ്കരനായിട്ട് മാറിയ സംവിധായകൻ ജയരാജായിരുന്നു ഇത്തവണ ജൂറിയിൽ പ്രധാന ഒരു അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്നു. അതേസമയം മികച്ച തിരക്കഥയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സുകുമാറിന്റെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെയാണ്. എന്തൊക്കെയാണ് അജോർജ് നായകനായിട്ട് ചിത്രം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയെങ്കിലും തിരക്കഥ കൊണ്ട് അത്രത്തോളം മികച്ചതാണെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. വളരെയധികം ട്രോളുകൾ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. മികച്ച സംഭാഷണത്തിൽ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിലൂടെ വെങ്കി അഡ്ലൂരി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു.